അമേരിക്ക ഇന്ത്യക്കാർക്കുള്ള H-1B വിസയുടെ ഫീസ് കുത്തനെ കൂട്ടി 88 ലക്ഷത്തിലേറെ, ഏതാണ്ട് 89 ലക്ഷത്തോളം ആക്കി. അപ്പോഴാണ് ചൈന പുതിയൊരു വിസയുമായിട്ട് വരുന്ന കെ വിസ. എന്താണ് കെ വിസ? കേരളവുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? പെട്ടെന്ന് തോന്നുന്നു കെ റെയിൽ എന്നൊക്കെ പറയുന്ന പോലെ കെ, ഇത് ആ കെ ആയിട്ടൊന്നും ബന്ധമില്ല. അപ്പോൾ കാരണം ഇപ്പോൾ അമേരിക്ക ലോകത്തിലെ ഏറ്റവും കൂടുതൽ IT മേഖലയിൽ IT തൊഴിലവസരങ്ങളുള്ള രാജ്യം അമേരിക്കയാണല്ലോ. അപ്പോൾ നമ്മൾ ഈ അമേരിക്കയിലേക്ക് H-1B വിസ എടുത്ത് പോകുന്നത് IT മേഖലയിൽ ജോലി ചെയ്യുന്നവരാണ്. അവരുടെ വലിയൊരു സ്വപ്നമാണ് അമേരിക്കയുടെ IT രംഗത്ത് വലിയ സ്വാധീനമുള്ള, വലിയ തൊഴിലവസരങ്ങളുള്ള, എന്നാൽ അമേരിക്കയ്ക്ക് അത് അനിവാര്യമായൊരു വ്യവസായമാണ് IT മേഖല. അവിടേക്കാണ് പോകുന്ന ആളുകൾക്കാണ് ഇനിയിപ്പോൾ ഈ പറഞ്ഞതുപോലെ H-1B വിസയുടെ ഒരു പ്രതിസന്ധി. 88 ലക്ഷം രൂപ കൊടുത്തിട്ട് അവിടെ ജോലിക്ക് വിസ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പകുതിയെ ശമ്പളം കിട്ടത്തുള്ളൂ ഒരു വർഷം. അതുകൊണ്ട് അങ്ങോട്ട് ആളുകൾക്ക് പോകാൻ നിവൃത്തിയില്ല. പക്ഷേ ലോകത്തെ ഏറ്റവും കൂടുതൽ IT രംഗത്ത് ഉള്ള ആളുകളെന്ന് പറഞ്ഞാൽ ഇന്ത്യക്കാരും ചൈനക്കാരുമാണ്. ഇപ്പോൾ സുന്ദർ പിച്ചെ ഗൂഗിളിൻ്റെ ഹെഡായിട്ടിരിക്കുന്നു അല്ലേ, ഇന്ത്യക്കാരനാണ്. അപ്പോൾ ഇന്ത്യക്കാരാണ് ചൈനക്കാരാണ് IT മേഖലയിൽ ഏറ്റവും പ്രാമുഖ്യമുള്ളവർ. IT മേഖലയിൽ അമേരിക്കയ്ക്ക് ഒപ്പമോ അമേരിക്കകൾ ഒരു പടി മുന്നിലോ ആണ് ചൈന. അപ്പോൾ ഈ സത്യത്തിൽ നമ്മൾ ഈ അങ്ങോട്ട് പോകുന്നില്ല എന്ന് പറഞ്ഞാൽ അമേരിക്കൻ കമ്പനികൾക്ക് വലിയ പ്രതിസന്ധിയാണ്, ചൈനയ്ക്ക് ഒരു വലിയ സാധ്യതയാണ്. അപ്പോൾ ഇന്ത്യക്കാരും ചൈനക്കാരുമാണ് IT രംഗത്ത് ഏറ്റവും പ്രാഗൽഭ്യമുള്ളവർ. പക്ഷേ വേറൊരു പ്രശ്നമുള്ളതെന്നറിയോ, ഇന്ത്യക്കാരാണ് അമേരിക്കയ്ക്ക് കൂടുതൽ സ്വീകാര്യം. കാരണം ഒന്ന്, അമേരിക്കയുടെ പ്രഖ്യാപിത ശത്രു രാജ്യമാണ് ചൈന. അതുകൊണ്ട് അമേരിക്കൻ IT മേഖലയിൽ ചൈനക്കാർ വന്നാൽ അമേരിക്ക ഒരു ഇൻറ്റേർണൽ സെക്യൂരിറ്റിയുടെ പ്രശ്നമുണ്ട്. രണ്ടാമത്തെ കാര്യം, മഹാഭൂരിപക്ഷം ചൈനക്കാർക്കും ഇംഗ്ലീഷ് അറിയത്തില്ല. അപ്പോൾ അമേരിക്ക പോയി ജോലി ചെയ്യാൻ പറ്റത്തില്ല. അപ്പം അമേരിക്ക ഈ പറയുന്ന പോലെ ഈ വലിയ വിസ ഫീസ് ഉയർത്തിയാൽ അത് ആത്യന്തികമായി ബാധിക്കാൻ പോകുന്നത് അമേരിക്ക തന്നെയായിരിക്കും. അമേരിക്കയ്ക്ക് ഈ പറയുന്ന IT പ്രൊഫഷണലുകളെ, ക്വാളിറ്റിയുള്ള IT പ്രൊഫഷണൽമാരെ കിട്ടാതിരിക്കുന്നത് നമ്മൾ മുമ്പൊരിക്കൽ ഒരു സംഭാഷണത്തിൽ പറഞ്ഞതാണ്. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും, അമേരിക്കൻ കമ്പനികൾ കൂടുതൽ ഔട്ട്സോഴ്സ് ചെയ്യേണ്ടി വരും. ഈ ഒബാമയുടെ കാലത്ത് നടന്നൊരു ക്യാമ്പയിനുണ്ട്, ബാംഗ്ലൂരിലിരിക്കുന്ന ഒരുത്തൻ കാരണം എൻ്റെ ജോലി പോയി എന്ന ടീഷർട്ട് ഇട്ടുകൊണ്ട് അമേരിക്കയിൽ യുവാക്കൾ പ്രകടനം നടത്തിയിട്ടുണ്ട്. കാരണം ഔട്ട്സോഴ്സ് ചെയ്യുന്നു. ഇപ്പോൾ അമേരിക്കൻ കമ്പനികളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ IT പ്രൊഫഷണലുകളെ ഉപയോഗിച്ചേ പറ്റുള്ളൂ. അതുകൊണ്ട് അവർ കൂടുതൽ ഔട്ട്സോഴ്സ് ചെയ്യാൻ പോവാണ്. അതെ, കമ്പനികൾ ചിലപ്പോൾ ഇങ്ങോട്ട് വന്നെന്നിരിക്കും, ഇന്ത്യയെ പ്രവർത്തിക്കാം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് സംഭവിക്കാമെന്ന്. ട്രംപ് എടുക്കുന്ന തെറ്റായ നടപടികൾ ഉണ്ടാകുന്ന ഒരു പ്രത്യാഘാതമാണ്. അപ്പോൾ ഇതിനകത്ത് ഇതൊരു വലിയ അവസരമായിട്ട് കാണുകയാണ് ഇപ്പോൾ ചൈനയ്ക്ക് IT പ്രൊഫഷണലുകളെ ആവശ്യമുണ്ട്. ഇവരൊക്കെ അമേരിക്കയിലേക്കാണ് പോയിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് ചൈന ഇപ്പോൾ കെ വിസ എന്ന് പറഞ്ഞൊരു പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുന്നത് സ്റ്റെമ്മിൽ പ്രവർത്തിക്കുന്ന, സ്റ്റെം എന്ന് പറഞ്ഞാൽ സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ്, മാത്തമാറ്റിക്സ്, ഈ 4 ബ്രാഞ്ചുകളിൽ പണിയെടുക്കുന്ന ആളുകളെ ചൈന ഉദാരമായി ക്ഷണിക്കാൻ മുതൽ ഒക്ടോബർ 1 മുതൽ ഒരു ഫീസും വേണ്ട. അതായത് പ്രാദേശിക ചൈനീസ് കമ്പനികൾ ഇങ്ങനെ ചൈനയിലേക്ക് വരുന്ന IT കമ്പനികളെ സ്പോൺസർ ചെയ്യണമെന്നൊരു വ്യവസ്ഥയുണ്ടായിരുന്നു. അതായത് നമുക്ക് ഗൾഫിലൊക്കെ പണ്ട് നമ്മൾ ഷെയ്ക്കിൻ്റെ അണ്ടറിൽ പ്രവർത്തിക്കണമെന്ന് പറയുന്ന, കാരണം നമ്മൾ കച്ചവടം ഒരു സ്ഥാപനം തുടങ്ങിയാൽ ഷെയ്ക്കിൻ്റെ പേരിലായിരിക്കും, പാർട്ട്ണറായിരിക്കണം. ഷെയ്ക്ക് അത് എടുത്തുകൊണ്ട് പോയാൽ നമ്മൾ ഗോവിന്ദ എന്ന് പറഞ്ഞിരിക്കണം. ആ അവസ്ഥയായിരുന്നു. ഇപ്പം മാറിയിട്ടുണ്ട്. ഗൾഫ് രാജ്യങ്ങളിലൊക്കെ സ്വന്തമായി ഇന്ത്യക്കാർക്കും മറ്റു രാജ്യങ്ങൾക്ക് സ്വന്തം പേരിൽ വ്യവസായം തുടങ്ങാം, ഈ സ്പോൺസർഷിപ്പ് വേണ്ട എന്നുള്ള സിസ്റ്റം വന്നിട്ടുണ്ട്. അതുപോലെ ചൈന പറയുന്നത്, ഈ കെ വിസ എടുക്കുകയാണെങ്കിൽ ഇനി പ്രാദേശിക ചൈനീസ് കമ്പനിയുടെ സ്പോൺസർഷിപ്പ് വേണ്ട. ഈ മേഖലകളിൽ നേരത്തെ പറഞ്ഞ സ്റ്റെം ബ്രാഞ്ച്, സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ്, മാത്തമാറ്റിക്സ് ബ്രാഞ്ചുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും ആ മേഖലകളിൽ ബിരുദമുള്ളവർക്കും നമ്മുടെ രാജ്യത്തേക്ക് വരാം. ഇതൊരു വലിയ മാറ്റമാണ്. ഇപ്പോൾ യൂറോപ്യൻ യൂണിയൻ പറഞ്ഞിരിക്കുന്നു, യൂറോപ്പും ഇന്ത്യയുമായിട്ടുള്ള ബന്ധം വളരെ നല്ല ബന്ധമാണ്, അതിപ്പോൾ ട്രംപ് ഒരു ദിവസം കൊണ്ട് മാറ്റുമെന്ന് പറഞ്ഞ് ഞങ്ങൾക്കത് മാറ്റാനൊന്നും പറ്റില്ല. യൂറോപ്യൻ യൂണിയന് ഈ പറയുന്ന പോലെ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഇന്ത്യൻ പ്രൊഫഷണലുകളുടെ ആവശ്യമുണ്ട്, പ്രത്യേകിച്ച് ആരോഗ്യരംഗത്ത് നഴ്സുമാരൊക്കെ ആയിട്ട് പോകുന്നവർ. ഇപ്പോൾ RN സർട്ടിഫിക്കറ്റിൻ്റെ ഒരു കഴിഞ്ഞ് നിൽക്കുന്ന ആളുകളെ അമേരിക്ക മുമ്പ് ഒഴിവാക്കിയിരുന്നു. ഒബാമയുടെ കാലത്ത്, ബൈഡൻ്റെ കാലത്ത് അത് നഴ്സിംഗ് മേഖലയിൽ ഇന്ത്യക്കാർ വേണ്ട, അമേരിക്കക്കാർ മാത്രം മതി എന്ന് പറഞ്ഞിട്ട് അമേരിക്കൻസിനെ ട്രെയിൻ ചെയ്ത് നഴ്സിംഗ് മേഖലയിലേക്ക് ഉപയോഗിച്ചു. പക്ഷേ ഇന്ത്യയിലെ നഴ്സുമാരെ പോലെ ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന നഴ്സുമാരെ ലോകത്തൊരിടത്തും കിട്ടുമല്ല. നമ്മൾ ആതുര സേവന രംഗത്ത് നമ്മുടെ നഴ്സിംഗ് മേഖലയിലുള്ള ആളുകൾ നൽകുന്ന സേവനം ലോകോത്തരമാണ്. പിന്നെ അമേരിക്കൻ നഴ്സുമാരുടെ കാര്യത്തിൽ ചെയ്തതുപോലെ അവർ ട്രെയിൻ ചെയ്തെടുക്കുക. പക്ഷേ IT രംഗത്ത് പറ്റില്ല. IT രംഗത്ത് ഒരു എക്സ്പേർട്ടിനെ ഉണ്ടാക്കാൻ, അല്ലേ, ഒരു വൈദഗ്ധ്യമുള്ള ഒരാളെ ഉണ്ടാക്കാൻ എത്ര കാലത്തെ കോച്ചിങ്ങും പരിശീലനം വേണം.
അപ്പോൾ ഇത്രയും വലിയൊരു ആളുകളെ അമേരിക്കയ്ക്ക് നഷ്ടപ്പെടുമ്പോൾ അവരെ പുള്ള് ചെയ്യാൻ മാത്രമല്ല പുള്ള് ചെയ്യാനും കൂടെ ചൈന തയ്യാറാവുന്നു എന്നതാണ്. ചൈന ഈ പറഞ്ഞ പോലെ വലിയ ഇരുമ്പ് മറയൊക്കെ വെക്കുന്ന ഒരു രാജ്യമാണെന്നുള്ളൊരു കൺസെപ്റ്റിൽ നിന്ന് മാറിയിട്ട് ഞങ്ങൾ ലോകത്തെമ്പാടുമുള്ള IT മേഖലയിലുള്ള ആളുകളെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവുന്നു. H1B വിസയ്ക്ക് ട്രംപ് പണിവെച്ചാൽ ഞങ്ങളുടെ വാതിലുകൾ തുറന്നു വരുന്നു. അതായത് 12 തരത്തിലുള്ള കാറ്റഗറി തൊഴിൽ അവസരങ്ങൾക്ക് വേണ്ടിയിട്ട് വിസ കൊടുക്കാനാണ് ഇപ്പോൾ ചൈന തയ്യാറാവുന്നത്. അപ്പോൾ ജർമ്മനി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നു ഞങ്ങൾക്ക് IT മേഖലയിലെ ആളുകളുണ്ട്, തൊഴിലവസരമുണ്ട്, ഇന്ത്യക്കാരടക്കമുള്ള ആളുകളുണ്ട്, ഞങ്ങൾ സ്വീകരിക്കും. അപ്പോൾ ഈ കളിച്ച് ട്രംപ് ഇപ്പോൾ ചെയ്യുന്നത് എന്താണ്? ട്രംപ് ചെയ്യുന്ന അമേരിക്കൻ സമ്പദ്ഘടനയെ തകർക്കാൻ വേണ്ടി ട്രംപ് പണിയെടുക്കുകയാണോ എന്നൊരു സംശയം ഇപ്പോൾ പൊതുവിൽ ചില ആളുകളെങ്കിലും പറയുന്നു. ഡീപ് സ്റ്റേറ്റ് വന്നിട്ട് ലോകത്തെമ്പാടുമുള്ള രാജ്യങ്ങളിൽ റിജീം ചേഞ്ച് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. ഇപ്പോൾ ഗോർബച്ചേവിനെ കുറിച്ച് പറയുന്നുണ്ട്. ഗോർബച്ചേവ് ഗ്ലാസ്നെസ്റ്റും പെരിസ്ട്രോയിക്കയും കൊണ്ടുവന്നു. ഗോർബച്ചേവിൻ്റെ ഈ കഷണ്ടിയിൽ ഒരു മറുകുണ്ടായിരുന്നു. അപ്പോൾ മറുകിനെക്കുറിച്ച് പിന്നീട് പറഞ്ഞു കേട്ടത് ഗോർബച്ചേവിൻ്റെ നെറ്റിയിൽ തന്നെ അമേരിക്കയുടെ ഭൂപടം ഉണ്ടായിരുന്നു എന്നാണ്. അപ്പോൾ അമേരിക്കൻ ചാരനായിരുന്നു ഗോർബച്ചേവ് എന്നുള്ള തിയറിയൊക്കെ ഉണ്ട്. ഏതായാലും പെരിസ്ട്രോയിക്കയും ഗ്ലാസ്നെസ്റ്റും കൊണ്ടുവന്ന് സുതാര്യതയും പുനഃസംഘടനയും നടത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് എന്ത് പറ്റി? സോവിയറ്റ് യൂണിയൻ എന്ന് പറയുന്ന ഒരു രാജ്യമില്ലാണ്ടായി. അത് അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിൻ്റെ കളിയായിരുന്നു സോവിയറ്റ് യൂണിയനെ തകർക്കുക എന്നുള്ളത്. സൈനികമായി തകർക്കാൻ പറ്റാത്തതുകൊണ്ട് ആ രാജ്യത്തെ ശിഥിലമാക്കി പല കഷ്ടങ്ങളാക്കി അമേരിക്ക ഡീപ് സ്റ്റേറ്റ്. ഇപ്പോൾ ഡീപ് സ്റ്റേറ്റിനെ തകർക്കുമെന്നാണ് ട്രംപ് പറയുന്നത്. ഡീപ് സ്റ്റേറ്റിനെ തകർക്കാൻ ട്രംപ് കളിക്കുന്ന കളിയുടെ ഭാഗമായി അമേരിക്കയെ തകർക്കുക എന്നൊരു ലക്ഷ്യം ട്രംപിനുണ്ടോ? മുമ്പൊരിക്കൽ ഒരു വാർത്ത വന്നിരുന്നു. ട്രംപ് എന്ന് പറയുന്ന ആൾ പഴയ KGBയുടെ ഏജൻറ്റാണ്. KGB ട്രെയിൻ ചെയ്ത് വിട്ട ഏജൻ്റാണെന്ന് പറഞ്ഞാൽ KGBയുടെ ക്ലാസിഫൈഡ് ഡോക്യുമെൻറ്റ്സൊക്കെ അലാസ്കയിൽ ട്രംപും പുടിനും തമ്മിലുള്ള മീറ്റിങ്ങിന് മുമ്പ് പുറത്തു വന്നിരുന്നു. നമ്മളത് സംബന്ധിച്ചൊരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നു. അപ്പോൾ ഏതായാലും മാത്രമല്ല റഷ്യൻ പ്രസിഡന്റ് പുടിൻ പഴയ KGB ഒഫീഷ്യലായിരുന്നു. മാത്രമല്ല ട്രംപിൻ്റെ തെരഞ്ഞെടുപ്പ് സമയത്ത് ട്രംപ് ജയിക്കാൻ വേണ്ടി റഷ്യ ഇടപെടുന്നു എന്നുള്ള വലിയ വാർത്തകളുണ്ടായിരുന്നു. അപ്പോൾ ഇനി അമേരിക്കയെ ശിഥിലീകരിക്കാൻ, അമേരിക്കയെ സാമ്പത്തികമായി അമേരിക്കയുടെ നട്ടലൊടിക്കാൻ വേണ്ടിയിട്ട് റഷ്യൻ ഡീപ് സ്റ്റേറ്റ് ഉപയോഗിക്കുന്ന കരുവാണോ ട്രംപ് എന്നുള്ള ഒരു സംശയം ഇപ്പോൾ വ്യാപകമായിട്ട് പ്രചരിക്കുന്നു. ഒരു കോൺസ്പിറസി തിയറിയാണ് ഇത്. മാത്രമല്ല ഇപ്പോൾ ഈ ട്രംപിൻ്റെ വേറൊരു കളിയൂടെ പറയുന്നുണ്ട്. ട്രംപിൻ്റെ ഇന്നലത്തെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കേട്ടോ. ഇതുവരെ ട്രംപ് പറഞ്ഞുകൊണ്ടിരുന്നത് ഈ ഉക്രൈൻ്റെ പിടിച്ചെടുത്ത സ്ഥലങ്ങളുണ്ടല്ലോ, അതൊക്കെ പോയി അതൊന്നും റഷ്യയോട് ചോദിക്കേണ്ട, ബാക്കി വല്ല ഉള്ളിടത്ത് വെച്ചൊക്കെ കിട്ടിയോണ്ട് യുദ്ധം അവസാനിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞ ട്രംപ് ഇന്നലെ വിവാദപരമായൊരു പ്രസ്താവന നടത്തിയിട്ടുണ്ട്. അല്ല, നഷ്ടപ്പെട്ട ഭൂമിയൊക്കെ തിരിച്ചു പിടിക്കാൻ ഉക്രൈന് അവകാശമുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ക്രിമിയ അടക്കമുള്ള ഡോൺസ്റ്റക്ക് അടക്കമുള്ള സ്ഥലങ്ങൾ തിരിച്ചു വേണമെന്നുള്ള സെലൻസ്കിയുടെ നിലപാടിനെ UN-ന്റെ സെക്യൂരിറ്റി കൗൺസിൽ യോഗത്തിൽ, UN ജനറൽ കൗൺസിൽ യോഗത്തിൽ പോയതിനിടയ്ക്ക് വെച്ച് ട്രംപും സെലൻസ്കിയും കണ്ടതിന് ശേഷം ട്രംപ് പറയുന്നു. അപ്പോൾ ഈ ട്രംപ് പറയുന്നത് കേട്ട് പുടിൻ പിടിച്ച സ്ഥലമെല്ലാം വേണമെന്ന് പറഞ്ഞു പാവൻ സെലൻസ്കി ആവേശം കൊണ്ട് ചാടിക്കറി അത് പിടിക്കാൻ പോയ എന്തായിരിക്കും അവസ്ഥ? വലിയ അടി കിട്ടും. പുടിൻ കാലവാരി നിലത്തടിക്കും. അപ്പോൾ സെലൻസ്കിയെ കൊലയ്ക്ക് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതുകൂടാതെ മറ്റൊന്നുകൂടെ പറഞ്ഞു, ഈ യുക്രൈനും നാറ്റോയും കൂടെ തീരുമാനിച്ചാൽ ഈ റഷ്യ പിടിച്ചെടുത്ത സ്ഥലങ്ങൾ മാത്രമല്ല അതിൽ കൂടുതലും പിടിക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ പരസ്യമായി പുടിനെ പ്രൊവോക്ക് ചെയ്യുന്ന തരത്തിലേക്ക് മാറുകയാണ് അല്ലേ? റഷ്യയുടെ ശേഷിക്കുന്ന കുറേ ഭാഗങ്ങൾ, പിടിച്ചെടുത്ത സ്ഥലങ്ങൾക്കപ്പുറത്ത് കുറേ സ്ഥലങ്ങൾ കൂടി വേണമെങ്കിൽ ഉക്രൈനും നാറ്റോയ്ക്കും കൂടി പിടിക്കാം എന്ന് പറയും. ഇപ്പോൾ പോളണ്ടൊക്കെ പേടിച്ച് കഴിയുക. പോളണ്ടിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് റഷ്യൻ ഡ്രോണുകൾ വരുന്നുണ്ട്. അപ്പോൾ എപ്പോഴാണ് അടി വരുന്നത്? കാരണം ഇവർക്കൊന്നും സൈന്യമില്ല കാര്യമായിട്ട്. ഈ നാറ്റോ രാജ്യങ്ങൾക്ക് വളരെ ചെറിയ സൈന്യവും. കാരണം എല്ലാവർക്കും ഒരു ഗ്യാരണ്ടി, ഇൻഷുറൻസ് പോളിസി എടുത്തിരിക്കുക. ഞങ്ങളിൽ ഒന്നിനെ തൊട്ടെന്നാൽ വലിയ പൂപ്പൻ ചോദിക്കാൻ വരും എന്നുള്ള ഒരു തിയറി ഉണ്ടല്ലോ, അതൊന്നും ഇപ്പോൾ ഇല്ലെന്ന് മനസ്സിലായി. സാധുക്കൾ വിശ്വസിച്ചിരിക്കുക. ഇപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ഇപ്പോൾ എത്രയോ രാജ്യങ്ങൾക്ക് നേരെ റഷ്യ പണി കൊടുത്തു. പോളണ്ടിൽ അത്യാവശ്യം ഭേദപ്പെട്ടൊരു പണി കൊടുത്തു. അമേരിക്ക ഒന്നും പറഞ്ഞില്ല. എസ്തോണിയെ കൊടുത്തു. അപ്പം ഈ നാറ്റോയുടെ കാര്യത്തിൽ ഇപ്പോൾ എന്താണ് ഇപ്പം അമേരിക്ക പറയുന്നത്? നിങ്ങൾ ആചന്ദ്ര താരം, ഞാനിങ്ങനെ സംരക്ഷണം തരുമെന്നും കരുതരുത്. നിങ്ങൾക്ക് സംരക്ഷണം തരാൻ വേണ്ടി എനിക്ക് കാശ് മുടക്കുന്നുണ്ട്. സെലൻസ്കി എൻ്റെ സൂചനയും കൊടുത്തു. നിങ്ങൾ ഇൻഷുറൻസ് പോളിസി എടുത്താൽ നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ കിട്ടും. അപ്പോൾ ഇത് എനിക്ക് കാശില്ലാണ്ട് പറ്റുമോ? അതുകൊണ്ട് നിങ്ങൾ എനിക്ക് കാശ് താ
കാശ് തന്നാൽ സെക്യൂരിറ്റി പണിയെടുക്കാമെന്നാണ് ഇപ്പോൾ ട്രംപ് പറയുന്നത്. അപ്പോൾ ഇത് വല്ലാത്തൊരു ആശങ്ക വല്ലാതെ വരുന്നുണ്ട്. ഇപ്പോൾ ലോക രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു ട്രംപിൻ്റെ നിലപാട്. അപ്പോൾ ഇത് ട്രംപിൻ്റെ പല നിലപാടുകളുടെയും അവസാനത്തെ പോയിന്റ് എന്ന് പറയുന്നത് അമേരിക്കയ്ക്ക് ദോഷമാണ്. അപ്പോൾ അമേരിക്കയ്ക്ക് ദോഷമുണ്ടാക്കുന്ന കാര്യങ്ങൾ, ഇപ്പോൾ IT മേഖലയിൽ ദോഷമുണ്ടാകുന്നു. IT മേഖലയിൽ അമേരിക്കയിലെ IT ഇൻഡസ്ട്രി മുഴുവൻ അമേരിക്കയിൽ വിട്ട് ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങളിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നൊരവസ്ഥ ഉണ്ടായാൽ എന്തായിരിക്കും സംഭവിക്കുക? അപ്പോൾ ഇത്തരം അവസരങ്ങൾ മുതലെടുക്കാൻ യൂറോപ്യൻ യൂണിയൻ, ജർമ്മനി ഉൾപ്പെടെ മുന്നോട്ട് വരുന്നതിൻ്റെ കൂടെയാണ് അത്യാകർഷകമായ ഓഫറുകളുമായിട്ട് ചൈന ഇപ്പോൾ വിസ എന്ന് പറഞ്ഞു വരുന്നത്. ഇപ്പോൾ ചൈനയെ സംബന്ധിച്ച് ഈ ഒരു അവസരം ഉണ്ടാക്കുന്നു, ആ അവസരം പരമാവധി മുതലെടുക്കുക എന്ന ലൈനിലേക്ക് ചൈന മാറുകയാണ്. ഏതായാലും വിസ എന്ന് പറയുന്നത് ചൈനയും കൂടി ആയതുകൊണ്ട് കേരളത്തിലെ പിണറായി വിജയൻ സർക്കാരിൻ്റെ പ്രോഗ്രസ് കാർഡിൽ ഒരു ഐറ്റമായിട്ട് മാറാതിരുന്ന കൊള്ളാം. ഞങ്ങൾ വിസ നടപ്പാക്കി നമ്മുടെ നാട്ടിൽ നിന്ന് ചൈനയ്ക്ക് പോകാൻ അവസരം ഉണ്ടാക്കി കൊടുത്തു എന്ന് പറയുമെന്ന് അറിയത്തില്ല. ഏതായാലും ട്രംപ് കളിച്ച് കുളിപ്പിച്ച് കൊച്ചില്ലാതാകുമോ എന്നാണ് കണ്ടറിയേണ്ടത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.